യെശയ്യാവ് 45:13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവൻ്റെ വഴികളെയൊക്കെ ഞാൻ നിരപ്പാക്കും. അവൻ എൻ്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മിസ്രയീമിൻ്റെ അധ്വാന ഫലവും കൂശിൻ്റെ വ്യാപാര ലാഭവും ദീർഘകായന്മാരായ സബായരും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും, ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി, നിന്റെ മതി മാത്രമേ യഹോവയുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. ഇസ്രയേലിൻ്റെ ദൈവവും രക്ഷിതാവും ആയുള്ളവേ, നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവർ എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും. ഇസ്രയേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്നു പോവുകയുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിൻ്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിക്കുവേൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരുവിൻ, ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവിൻ. വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിക്കുവാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ചു കാണിച്ചു തരുവീൻ, അവർ കൂടിയാലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആർ? യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണേ എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മുടങ്ങും, ഏത് നാവും സത്യം ചെയ്യുമെന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രയേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും.